ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനതല യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കോവളത്ത് ടൂറിസം മന്ത്രാലയം സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. ഗുണനിലവാരമില്ലാത്ത കാലിത്തീറ്റ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുന്ന നിയമം സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ശ്രീനഗറിൽ നടന്ന യോഗാദിന പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ജീവിതശൈലിയുടെ ഭാഗമാക്കിയവരുടെ എണ്ണം ലോകമൊട്ടാകെ വർദ്ധിച്ചുവരികയാണെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. യോഗ അടിസ്ഥാനമാക്കിയുള്ള വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ചും യുവജനങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന് ആഘോഷിച്ചത്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിച്ചു. 10,000 ആയുഷ് യോഗ ക്ലബ്ബുകൾ കൂടി കേരളത്തിൽ ഈ വർഷം പുതുതായി ആരംഭിക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. 2.5 ലക്ഷം പേർക്ക് യോഗ അഭ്യസിക്കാൻ ഇത് അവസരമൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്ട് ആന്റ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് യോഗ എന്ന മഹത്തായ അറിവ് നൽകിയത് ഇന്ത്യയാണെന്നും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് യോഗ നിയന്ത്രിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. 10ാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിവിധ ജില്ലകളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നടന്ന പരിപാടിയിൽ സിബിസി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. സിബിസി തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മറ്റം നമ്പഴിക്കാട് സംഘടിപ്പിച്ച യോഗാ ദിനാചരണം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. സിബിസി എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തേവരയിൽ നടന്ന പരിപാടി കൊച്ചി കോർപ്പറേഷൻ വികസനകാര്യ ചെയർമാൻ റനീഷ് പി ആർ ഉദ്ഘാടനം ചെയ്തു. സിബിസി പാലക്കാട് ഫീൽഡ് ഓഫീസ് തിരൂരങ്ങാടിയിൽ സംഘടിപ്പിച്ച യോഗാദിന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാവ്യ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എൻസിസി തിരുവനന്തപുരം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വെട്ടുകാട് ബീച്ച്, ആഴിമല ബീച്ച്, സെന്റ് ജോസഫ്സ് സ്കൂൾ ഓഡിറ്റോറിയം, വെള്ളായണി കാർഷിക കോളേജ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. 2011 തീരദേശ പരിപാലന നിയമത്തിൽ കേന്ദ്രം ഇളവുകൾ അനുവദിക്കുന്നതോടെ സംസ്ഥാനത്തെ 66 തീരദേശ ഗ്രാമപഞ്ചായത്തുകൾ CRZ 3ാം വിഭാഗത്തിൽ നിന്ന് 2ാം വിഭാഗത്തിലേക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊക്കാളി പാടങ്ങളെയും അനുബന്ധ പ്രദേശങ്ങളും CRZ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല 100 മീറ്ററിൽ നിന്ന് 50 കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവയവദാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണം ചെറുക്കേണ്ടതുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജീവിച്ചിരിക്കുന്നവരുടെ അവയവ മാറ്റം സംബന്ധിച്ച് കൊസോട്ടയിലൂടെ കണക്കെടുപ്പ് ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അവയവദാനത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് വ്യക്തികൾ തുറന്നു പറയാത്തത് കാരണം നിയമ നടപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചിട്ടുള്ളതെന്നും ഇവയിൽ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭ പ്രോടേം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും
മാവേലിക്കര എംപി കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 5 വർഷവും ഒഴിച്ചിട്ടതിനെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടെം സ്പീക്കർ ആക്കാത്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്തുവന്നു. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടെം സ്പീക്കർ പദവി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ശ്രീ വി.ഡി. സതീശൻ പ്രതികരിച്ചു. രോഗികളുമായി ചുരമിറങ്ങേണ്ടിവരുന്ന വയനാട്ടിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് നിയുക്ത മന്ത്രി ഒ.ആർ. കേളു. പരമാവധി ചികിത്സ ജില്ലയിൽ തന്നെ ഉറപ്പുവരുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ല അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമായ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായാണ് ശ്രീ ഒ.ആർ. കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കാലിത്തീറ്റയുടെ ഗുണനിലവാരക്കുറവ് കാരണം കന്നുകാലികൾക്ക് മരണം സംഭവിച്ചാൽ അവ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന നിയമം സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരള ഫീഡ്സ് മഹിമ കാലിത്തീറ്റയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറുനാടുകളിൽ നിന്നും എത്തുന്ന കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന നടപടികൾ സർക്കാർ ഊർജിതമാക്കിയതായും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ വാർത്താ ബ്രാൻഡുകളിലൊന്നായി ആകാശവാണി വാർത്തകളെ തിരഞ്ഞെടുത്തു. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ജേർണലിസം നടത്തിയ സർവേയിലാണ് ഈ അംഗീകാരം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. സെന്റ് ലൂസിയ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം വള്ളംകളി മന്ത്രി പി പ്രസാദ് നാളെ ഉദ്ഘാടനം ചെയ്യും. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങളാണ് ഇക്കുറി പങ്കെടുക്കുക. സംഗീത ഭാരതി സംഘടിപ്പിക്കുന്ന ദേശീയ സംഗീതോത്സവം ഗാനകൈരളിയുടെ 4ാം പതിപ്പ് തൈക്കാട് ഭാരത് ഭവനിൽ നാളെ നടക്കും. പ്രശസ്ത സംഗീതജ്ഞരായ ഡോക്ടർ ബി അരുന്ധതിയും ബാംഗ്ലൂർ ബ്രദേഴ്സും സംഗീതോത്സവത്തിൽ കച്ചേരികൾ അവതരിപ്പിക്കും. ആലപ്പുഴ ശ്രീകുമാർ അനുസ്മരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനതല യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കോവളത്ത് ടൂറിസം മന്ത്രാലയം സംഘടിപ്പിച്ച യോഗാ ദിന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. ഗുണനിലവാരമില്ലാത്ത കാലിത്തീറ്റ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുന്ന നിയമം സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.